പരാജയത്തിൻ്റെ പടുകുഴിയിൽ തോൽവി സമ്മതിക്കാതെ ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ള ആഗ്രഹവുമായി ഇറങ്ങുന്നവർ പോരാട്ടവീര്യം ഒട്ടും കുറവല്ല ഇദ്ദേഹത്തിനും. കളികളിലെല്ലാം ഫോഴ്സ കൊച്ചിക്ക് പരാജയം നേരിടേണ്ടി വന്നാലും മുഷറഫ് ഒരു പരിക്ക് മൂലം കുറച്ച് മത്സരം നഷ്ടപ്പെട്ടിരുന്നെങ്കിലും ഈ പ്രതിരോധ പടൻ എല്ലാ കളിയിലും നല്ല അത്യുഗ്രൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. മുഷറഫ്, എങ്ങനെയാണ് ഈ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എനിക്ക് തൃശ്ശൂരായിട്ടുള്ള ഹോം മാച്ചിലാണ് പരിക്ക് പറ്റിയത്. അത് കഴിഞ്ഞ് 2 മാച്ച് നഷ്ടമായി. കാലിക്കറ്റായിട്ട് മലപ്പുറമായിട്ടുള്ള കളി നഷ്ടമായി. അത് കഴിഞ്ഞ കൊമ്പൻസ് ആയിട്ടുള്ള കളിയാണ് ഞാൻ കളിച്ചത്. ഇപ്പം പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ചോദിച്ചാൽ ഞാൻ എൻ്റെ ടീം നന്നായിട്ട് കളിക്കുന്നതുകൊണ്ടാണ് ഞാനും നന്നായിട്ട് കളിക്കുന്നത്. എല്ലാ കളിയും ഞാൻ എൻ്റെ ടീമിന് വേണ്ടി 100% കൊടുക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്, ജയിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ആ ഒരു മൈൻഡായിട്ടാണ് ഞാൻ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത്. അതായത് തീർച്ചയായിട്ടും നമുക്ക് കാണാനുണ്ട്, നല്ല പെർഫോമൻസ് ഉണ്ട്, പക്ഷെ അത് റിസൾട്ടിലേക്ക് വരുന്നില്ല. അപ്പോൾ ടീമിൻ്റെ അകത്തുള്ള, പ്രത്യേകിച്ച് നിങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിലെ ഒരു അറ്റ്മോസ്ഫിയറിനെ അത് ബാധിക്കില്ലേ? കാരണം നമ്മൾ നന്നായി പെർഫോം ചെയ്തിട്ടും പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമ്മൾ 90 മിനിറ്റ് കളിച്ച് ലാസ്റ്റ് ടൈമാണ് നമ്മൾ ഗോൾ വഴങ്ങി പരാജയപ്പെടുന്നത്. അപ്പോൾ അതൊരു സാഡായിട്ടുള്ള കാര്യമാണ്. ആ ഒരു ടൈമിൽ എല്ലാവരും സങ്കടം. പിന്നെ നമ്മൾ പ്രാക്ടീസിലായാലും അടുത്ത മാച്ച് എന്നില്ല, ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് എല്ലാവരും നിൽക്കുന്നത്. അടുത്ത മാച്ച് ജയിക്കണം, അടുത്ത മാച്ച് ജയിക്കണം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ നോക്കുവാണെങ്കിൽ ഫോഴ്സ കൊച്ചിയുടെ സെമി ഫൈനൽ പ്രതീക്ഷകൾ അസ്തമിച്ചു. പക്ഷെ നമ്മൾ പൊതുവെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ പ്രതീക്ഷകൾ അസ്തമിച്ച് നിൽക്കുന്നവരെയാണ് ഏറ്റവും അധികം പേടിക്കേണ്ടത്. കാരണം ഏറ്റവും നന്നായി കളിക്കും. അപ്പം ഇനിയുള്ള മത്സരങ്ങളിൽ എന്താണ് കരുതി വെച്ചേക്കുന്നത്? നല്ല ആക്രമണം തന്നെയാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? എല്ലാ മത്സരം പോലെ നമ്മൾക്ക് ഇനിയുള്ള മത്സരം ജയിക്കാൻ തന്നെയാണ് നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത്. ഗ്രൗണ്ടിൽ ഇറങ്ങി നമ്മളെ 100% ടീമിന് വേണ്ടി കൊടുക്കുക. അപ്പോൾ തീർച്ചയായും ആ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ. നന്നായി കളിക്കുന്ന ഫോഴ്സ കൊച്ചിയെ വിജയവഴിയിൽ എത്തിക്കാൻ മുഷറഫിന് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.